കഴിഞ്ഞ ദിവസം OPയിൽ ഒരു രോഗി വന്നതാണ്. മുട്ടിന് വേദനയാണ്, മുട്ടിന് പടി കയറി ഇറങ്ങുമ്പോൾ വേദന. അത് യൂഷ്വലി തേയ്മാനത്തിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമാണ്. അപ്പോൾ രോഗിക്ക് നോക്കിയപ്പോൾ യൂറിക് ആസിഡ് 8ആണ്. അപ്പോൾ അത് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ യൂറിക് ആസിഡ് കൂടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ധികളിൽ മാറി മാറി വരുന്ന വേദനയാണ് യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ഒരു ലക്ഷണം. അതായത് ഉപ്പൂറ്റി വേദന, ഉപ്പൂറ്റിയുടെ വലിയ വിരലുണ്ടല്ലോ, കാലിൻ്റെ വലിയ വിരൽ, ഗ്രേറ്റ് ടോ എന്ന് പറയും, കണങ്കാലെന്നൊക്കെ പറയും, അവിടെ വരുന്ന വേദനയാണ്. സിവിയർ പെയിനാണ്, ഭയങ്കരമായിട്ട് വേദന വരും. 2-3 ദിവസം കഴിയുമ്പോൾ ആ വേദന കുറയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും ജോയിൻറ്റിൽ വേദന വരും. ഇങ്ങനെ മാറി മാറി വരുന്ന വേദനയാണ് യൂറിക് ആസിഡ് കൂടി വരുന്ന ആർത്രൈറ്റിസിൻ്റെ ലക്ഷണം. അതാണ് ഗൗട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഒരു സിംറ്റവും ഇല്ലാതെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന 30%, 100 പേർക്ക് എടുത്തു കഴിഞ്ഞാൽ 20%ഓളം ആളുകൾക്ക് യൂറിക് ആസിഡ് 6ന് മുകളിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അതിൽ സിംറ്റം ഉള്ളവർക്ക് മാത്രം ചികിത്സിച്ചാൽ മതി.